അതിജീവനത്തിന്റെ ഊർജ്ജം പേറുന്ന 8ാം ക്ലാസ്സുകാരിയുടെ കവിത ധനമന്ത്രി പിന്നീട് ബജറ്റിൽ ഉൾപ്പെടുത്തിയത് ചരിത്രം. നേരം പുലരുകയും സൂര്യൻ സർവ്വതേജസ്സോടെ ഉദിക്കുകയും കനിവാർന്ന പൂക്കൾ വിരിയുകയും വെളിച്ചം ഭൂമിയെ സ്വർഗമാക്കുകയും ചെയ്യും. കവിത ചൊല്ലിയതിനു ശേഷം ഐസക് സാർ വിളിച്ചല്ലോ. ആ സമയത്ത് ഇങ്ങനെ എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ എൻ്റെ ഭയങ്കര ആദ്യം വന്നത്, ഞാനപ്പോൾ 8ായിരുന്നു. അപ്പോൾ പഠിച്ച സ്കൂള് ഇതായിരുന്നു, GHS കോളേജ്. അത് ഞാൻ 3rd സ്റ്റാൻഡേർഡ് മുതലാണ് അവിടെ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ തൊട്ട് അതൊരു വാടക കെട്ടിടത്തിലായിരുന്നു. അതുപോലെ തന്നെ വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരുടെയും, ഫ്രണ്ട്സിൻ്റെ ആയാലും ടീച്ചേഴ്സിൻ്റെ ആയാലും എല്ലാവരുടെയും ഒരു പൊതു ആവശ്യം വരുന്ന സ്കൂളായിരുന്നു എല്ലാ കാലത്തും. അപ്പോൾ എൻ്റെ മനസ്സിൽ അതാണ് വന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതാ പറഞ്ഞത്. പക്ഷേ ഒരു കുട്ടിയുടെ വാക്കിന്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വാക്കിന് എത്രത്തോളം വില നൽകിയെന്നതിന് തെളിവാണ് ഇന്ന് ഈ കാണുന്ന കെട്ടിടം. അഭിനന്ദിക്കാൻ വിളിച്ച മന്ത്രിയോട് അപകടാവസ്ഥയിലുള്ള വാടക കെട്ടിടത്തിൽ പഠിക്കുന്ന കൂട്ടുകാരെ സുരക്ഷിതമാക്കണമെന്ന് മാത്രമായിരുന്നു സ്നേഹയുടെ ആവശ്യം. ചോർന്നൊലിക്കുന്ന വീടിന് പകരം സുരക്ഷിത ഇടം വേണമെന്ന് പറയാതെ സഹപാഠികളെ ചേർത്ത് പിടിച്ച ആ മനസ്സിന്റെ കരുതൽ തിരിച്ചറിഞ്ഞ് ആദ്യം സ്നേഹയ്ക്ക് വീടൊരുക്കി നൽകി തോമസ് ഐസക്. പിന്നീട് ആഗ്രഹിച്ച പോലെ വാടക കെട്ടിടത്തിന്റെ അരിഷ്ടാവസ്ഥയിൽ നിന്നും മാറി സ്കൂളിന് മികച്ച കെട്ടിടമൊരുക്കി.